കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആദ്യനും അന്ത്യനും നീ മാത്രമേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഞങ്ങളെ നോക്കി പാർക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന മക്കളെ ദൈവമായിട്ട് കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി മെക്കാനിസം ഓഫ് സ്പിരിച്വാലിറ്റിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ഉടമ്പടിയുടെ ഒരു ഫോർമാറ്റിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വിട്ടുപിരിയുക. അയാളെ പരീക്ഷക്കത തോറ്റുള്ളൂ, പക്ഷെ പരിശുദ്ധാത്മാവ് വിട്ടുപിരിഞ്ഞിട്ടില്ല. അതാണ് ഇതിനകത്ത് മെയിൻ പോയിൻ്റ്. മനസ്സിലായില്ലേ? രോഗം വരാം,
പക്ഷെ പരിശുദ്ധാത്മാവ് വിട്ടു പിരിയരുത്. നമ്മളൊരു വിഷയത്തിൽ പരാജയപ്പെടാം. ചിലപ്പോൾ നിങ്ങളുടെ വിസ വി ആർ വെരി സോറി ടു ടെൽ യു എന്നൊക്കെ പറഞ്ഞ് സായിപ്പ് ഡിപ്ലോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കത്ത് കിട്ടും. സംഭവം നടക്കത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ അവർ നല്ലവണ്ണം സംസാരിക്കാൻ അറിയാവുന്ന കാരണം ഭയങ്കര സ്വാപ്പിട്ടാണ് അവർ നമുക്ക് റിജക്റ്റ് ചെയ്ത കാര്യം നമ്മളോട് പറയണത്. കാര്യം അവരുടെ രീതി അതാണ്. ആളെ കൊല്ലാൻ തന്നെ കസേരയിരുത്തി പതുക്കെ ഷോക്ക് ചെയ്ത് കൊല്ലുന്ന പാർട്ടിയല്ലേ. ആൾക്ക് നമ്മളാണെങ്കിൽ പിടിച്ച് തൂക്കിക്കൊല്ലു. അപ്പോൾ അവർ കൊല്ലണ രീതികൾക്ക് വ്യത്യാസമുണ്ടെന്ന് പറയാം. അവർ പറഞ്ഞിരിക്കണത് ഇതാണ്, നടക്കത്തില്ല, വേറെ രാജ്യം അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പറയുമ്പോൾ അവർ ആദ്യം പഞ്ഞി വെച്ച് തൂത്ത് സ്പിരിറ്റ് കൊണ്ട് തൂത്ത് ഞാൻ കുത്താൻ പോകണമെന്ന് പറഞ്ഞ് എന്നിട്ട് കുത്തി അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാത്തവരോ നേരിട്ട് കുത്തും, അത്രേ ഉള്ളൂ. അപ്പോൾ സംഭവം നടക്കണ രണ്ട് കുത്ത് തന്നെയാണ്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കാവും ഇല്ലേ? നമ്മുടെ വിസ റിജക്റ്റ് ചെയ്തെന്ന് കേൾക്കുമ്പോഴേ ഷോക്കാവും. ഈ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ മിനിമം ഹോളി സ്പിരിറ്റിന് നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ അയാൾ അയാൾക്ക് ഷോക്ക് എടുപ്പിക്കാൻ പറ്റിയില്ലല്ലേ? നവീൻ ജോസഫിനെ ഷോക്ക് എടുപ്പിക്കാൻ പറ്റിയില്ല. അയാൾ പരീക്ഷയ്ക്ക് തോറ്റു. അയാൾ എന്താ പറയണത്? ആസിഫ് അയാ ഞാനതിൽ ജയിച്ച പോലെ എനിക്ക് തോന്നിയെന്നാണ് പറയണം. എനിക്ക് ഐ ആം ഇൻക്രീസ്ഡാണ്. ഇത് മിനിമം ഹോളി സ്പിരിറ്റ് കീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ്. എൻ്റെ മക്കൾ, നിങ്ങളുടെ ലക്ഷ്യമുണ്ടല്ലോ, നിങ്ങൾ ഈ പറയുന്ന ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഗുണദോഷങ്ങളിൽ ചിലപ്പോൾ സുഖമോ സന്തോഷമോ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ആ ഒരു ലെവലിൽ നിങ്ങൾ മാറിയിട്ട് പരിശുദ്ധാത്മാവിനെ കീപ്പ് ചെയ്യാൻ നോക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഏത് സാഹചര്യത്തിലും ഫിലിപ്പ് 2:4-12 എഴുതിയിരിക്കുന്ന പോലെ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് പരിശീലനം നൽകുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുകയും നിലനിർത്തുകയും ചെയ്യണമേ. ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നൽകിയ വചനം ഇതാണ്. ഫിലിപ്പിയർ 4:11. എനിക്ക് എന്താണ് കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയണത്. പിന്നെന്താ? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. Praise the Lord. Hallelujah. ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലേ അയാളെ അങ്ങേരെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാര്യം പഠിക്കണ കാര്യമൊക്കെ ദൈവത്തിൻ്റെ ഒരു പരിപാടിയാണ്. നിങ്ങൾ ദൈവത്തോട് പറയണം, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. 6:45 ഒന്ന് വായിച്ചേ. 6:45 യോഹന്നാൻ. സ്തുതിക്കട്ടെ. തീ പോലെ ഇറങ്ങണമേ. സ്തുതിക്കട്ടെ. ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സന്തോഷത്തോടെ തീ പോലെ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മന
ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. ശ്രുതികടെ ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും 4:45 വായിച്ചോളൂ. 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. Praise the Lord. എന്ന് പറഞ്ഞ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ഈ 6:45 കൂടെയാണ് ഫിലിപ്പിയർ 4:11 വായിക്കേണ്ടത്. എന്താണ്? എനിക്ക് എന്തിനും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. പറഞ്ഞ കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങേരെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാ പറയണ. കൈയിടിച്ച് കർത്താവിനെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അപ്പം ഈ സാഹചര്യം IT പരീക്ഷയ്ക്ക് തോറ്റു, അതാണ് സാഹചര്യം. പക്ഷേ ഫിലിപ്പിയർ 4:11 ഇവിടെ വർക്കൗട്ട് ചെയ്തത് എന്താണ്? ആ സാഹചര്യത്തിൽ അയാൾക്ക് സംതൃപ്തിയുണ്ട്. എന്താണ്? അത് അയാളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആരാണ് പഠിപ്പിച്ചിരിക്കുന്നത്? ദൈവം പഠിപ്പിച്ചിരിക്കുകയാണ്. എന്താ കാര്യം? ഗ്രേസ് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കൾ, നമ്മളെന്ത് സംഭവിച്ചത്? നമ്മളുടെ സ്പിരിച്വാലിറ്റി നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നല്ലതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മളിങ്ങനെ ചിരിച്ചും സന്തോഷിച്ചൊക്കെ നടക്കും. പക്ഷേ നെഗറ്റീവ് ഹാപ്പൻ ചെയ്താൽ നെഗറ്റീവ് നമ്മുടെ സ്പിരിച്വാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല. അതാണൊരു പ്രശ്നം. പക്ഷേ ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി ആക്ച്വലി വി വിൽ ഫോക്കസ് അപ്പോൺ ദി നെഗറ്റീവ്സ്. അയാൾ പറഞ്ഞു കേട്ടില്ലേ? കാര്യം അനുഗ്രഹം എന്ന് പറയുന്നത് ഫിസിക്കൽ ഫേവേഴ്സാണ്. അതിനകത്ത് PR-ഉം പരീക്ഷാ വിജയവും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ രോഗസൗഖ്യമൊക്കെ അനുഗ്രഹത്തിലുള്ളതാണ്. അത് ഫിസിക്കാലിറ്റിയെ ബാധിക്കുന്നതാണ്. ഇനിയുള്ള വിഷയമെന്ന് പറയണത് വേറെ ഒരു സംഭവമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ചോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അത് നെഗറ്റീവ് അല്ല. ശരിക്കും ഞാനിപ്പോൾ ഒരു 90കളിൽ ഒരു 3 സെൻറ്റ് സ്ഥലം കിട്ടാൻ വേണ്ടി 90-ൽ എനിക്കറിയാം, എനിക്ക് കർത്താവ് എനിക്ക് നോട്ട് തന്നായിരുന്നു. ശുശ്രൂഷ കർത്താവ് കണ്ടിന്യൂ ചെയ്യുമെന്ന്. അപ്പോൾ ഇത് 84 തുടങ്ങിയ ശുശ്രൂഷയാണ്. അപ്പോൾ 90 ആയപ്പോൾ എനിക്ക് കർത്താവ് എനിക്ക് നോട്ട് തന്നായിരുന്നു. കൃപാസനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 92-ലാണ്. രജിസ്റ്റർ ചെയ്യുന്ന മുമ്പ് തന്നെ എനിക്ക് കർത്താവ് പറഞ്ഞായിരുന്നു ഒരു കൗൺസിലിംഗ് സെൻറ്റർ തരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലവും. അപ്പോൾ ഞാനന്ന് കൊച്ചച്ഛനാണ്, വെറും കൊച്ചച്ഛൻ. അച്ഛനായിട്ട് 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. 34 കൊല്ലം മുമ്പുള്ള കഥ പറയണത്. അതായത് ഇപ്പോൾ ഓർപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം പറയണമല്ല, ഇപ്പോൾ ഇത് ഓർത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പം ഞാൻ അവിടെ ഈ 2-3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ഈ തുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ, ആലപ്പുഴ ഉള്ളതാണ്, തീരദേശത്തെ സ്ഥലമാണ്. പിന്നെ അർത്തുങ്കൽ, നിങ്ങൾക്കറിയാം അർത്തുങ്കൽ. അവിടെ നിന്ന് നടന്ന് അന്ന് ഞങ്ങൾ ഈ തുമ്പോളിൽ നിന്ന് അർത്തുങ്ക വരെ ജവമാലയും പിടിച്ചുകൊണ്ട് നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. എന്തിനാണ്? 3 സെൻറ്റ് സ്ഥലം കിട്ടാൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചതിനെ വേണ്ടി ചെത്തിയൊരു സ്ഥലം കണ്ടുപിടിച്ച്, ചെത്തി എന്ന സ്ഥലമുണ്ട് അവിടെ. 1 കൊല്ലം അതിനു വേണ്ടി അടയിരുന്ന പോലെ പ്രാർത്ഥിച്ച്. പക്ഷെ ആ സ്ഥലം കർത്താവ് തന്നില്ലേ. ആ രൂപതയുടെ പള്ളിയുടെ സ്വന്തം സ്ഥലമായിട്ട് പോലും പള്ളിക്കമ്മൻ്റെ തീരുമാനിച്ചത് പോലും എനിക്ക് കിട്ടിയില്ല ആ സ്ഥലം. പക്ഷെ 97 ആയപ്പോൾ ഇവിടെ താമസിച്ചിരുന്നൊരു സന്യാസി വര്യനായ ഒരു ഫ്രാൻസിസ് ബ്രദർ ഉണ്ടായിരുന്നു. പ്രായമായിരുന്നു. എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഇടവക വന്നു ഒരു 11 മണിയായപ്പോൾ 97-ൽ. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ സ്ഥലം കുറച്ച് അച്ഛന് തരാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി എൻ്റെ സ്ഥലം കുറച്ച് ഈ കാണുന്ന ഇവിടെ അന്ന് ഈ തെങ്ങൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. 2 തെങ്ങും കുറച്ച് തലപോയ തെങ്ങൊക്കെ ആയിരുന്നു. ഈ സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കുറേ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ നടന്നിട്ട് എനിക്ക് 1,40,000 രൂപ കിട്ടി. നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വായ്പ വാങ്ങിച്ചതാണ്. ആ 40,000 രൂപയ്ക്കാണ് ആ സ്ഥലം, 1,40,000 രൂപയ്ക്ക് ഈ സ്ഥലം എടുത്തിരിക്കണേ.
97 ഇത് 17 സെൻറ്റ് ബ്രദർ തന്നു. പിന്നെ ആ കാണുന്ന സ്ഥലമൊക്കെ നമ്മൾ കുറേ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ ഒരു സെൻറ്റ് 8 സെൻറ്റ് തന്നെ ആ കാണുന്ന ബിൽഡിങ് നിൽക്കുന്ന നിങ്ങളുടെ ഉടമ്പടി ഓഫീസ് നിൽക്കുന്ന സ്ഥലം 8 സെൻറ്റിന് ഏതാണ്ട് 37 ലക്ഷം രൂപ കൊടുത്താണ് വാങ്ങിച്ചത്. അപ്പോൾ കാലം മാറിയപ്പോഴേ പെട്ടെന്ന് ഇതിൻ്റെ ചേഞ്ച് വന്നു. അപ്പോൾ ഇതെല്ലാം ആൾക്കാർ വന്ന് കയറി ഇറങ്ങി വന്നപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വില കൂടിപ്പോയി. അപ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഞാൻ ചോദിച്ച സ്ഥലം ദൈവം എനിക്ക് തന്നില്ല. അതിന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഒരു കൊല്ലം പ്രാർത്ഥിച്ചില്ലേ അല്ലേ? ഞാൻ ചോദിക്കാത്തത് എനിക്ക് ദൈവം തന്നു. ആ ചോദിച്ച സ്ഥലം എനിക്ക് കിട്ടാഞ്ഞ എന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവും. കാര്യം അവിടെ ഒരു പുഴയുടെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം വന്ന് തിരശ്ചീനമായിട്ട് പുഴക്ക് നേരെ കിടക്കിയിരുന്നു. ഇപ്പം ഗവൺമെൻറ് അത് പൊളിച്ചിട്ട് 3-4 അടി പൊക്കത്തിലേക്ക് ആ പാലം 3-4 മീറ്റർ പൊക്കത്തിലേക്ക് ആ പാലം ഉയർത്തി. അപ്പോഴേ ആ സ്ഥലത്തിലേക്ക് ഇപ്പം ഇറങ്ങണമെങ്കിൽ ഏണി വെച്ച് ഇറങ്ങണം. അതാണ് സംഭവം. അത് നമുക്കറിയത്തില്ലാഞ്ഞല്ലോ, അത് ഇന്നാളെ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ദൈവത്തിന് നേരത്തെ മുൻകൂട്ടി നിൻ്റെ ഭാവിയിൽ നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന പലതും മണ്ടത്തരങ്ങളാണ്. അതെങ്ങനെ തന്നാൽ നിങ്ങളുടെ കാര്യം ജീവിതം തീരും. നിങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതം തീരും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ പറയാൻ, കർത്താവ് ഇപ്പം എൻ്റെ കൊച്ചു ബുദ്ധിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, പിന്നെ എല്ലാം നിൻ്റെ ഇഷ്ടം. നിനക്ക് കാര്യം അറിയാമല്ലോ, നിനക്ക് ഭാവിയും എല്ലാം അറിയാമല്ലോ. അപ്പോൾ ഒത്തിരി സമർപ്പണത്തിൻ്റെ പോയിൻറ്റ്സ് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും ഒരു കാര്യത്തിലും. അതുകൊണ്ട് ഈ മരിയൻ സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യണത്. അമ്മയുടെ ഒരു വിഷയമെന്ന് പറയുന്നത്, അമ്മയുടെ ജീവിതത്തിലെ ഒരു നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മ കുറഞ്ഞ പക്ഷം ഒരു റിയാക്ഷൻ എടുക്കണമെന്ന് വെച്ചാൽ മിണ്ടത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് അമ്മയുടെ ഒരു രീതി. അപ്പം ഒരു നെഗറ്റീവ് നമ്മുടെ സ്പിരിച്വാലിറ്റി വന്നിരിക്കുന്നത്, നമ്മുടെ ആധ്യാത്മികതയിൽ നമ്മൾ പോസിറ്റീവിനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ പോസിറ്റീവിനേക്കാൾ പ്രാധാന്യമാണ് നെഗറ്റീവിനുള്ളത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ബ്ലെസ്സിങ്സാണ്. ക്യാഷ് ആൻഡ് കൈൻഡ് ഫിസിക്കൽ ബ്ലെസ്സിങ്സാണ് നമുക്ക് കിട്ടുന്നത്, ഫിസിക്കാലിറ്റിയിലുള്ളതാണ്. പക്ഷേ അതിൻ്റെ നെഗറ്റീവിൽ ഇപ്പോൾ ഇയാൾ ജോസഫ് നെവിൻ എന്താ പറയണത്? അയാൾ പറയണത്, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, പക്ഷേ എനിക്ക് ഗ്രേസ് ഫീൽ ചെയ്തെന്നാണ്. അതിന് അഭിഷേകം എന്നാണ് പറയണത്, അനുഗ്രഹമല്ല. അഭിഷേകം എന്ന് പറയണത് പ്രസൻസ് ഓഫ് ഗോഡാണ്. മറ്റത് ഇഫക്റ്റ് ഓഫ് പ്രസൻസാണ്. തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് ഓഫ് പ്രസൻസാണ്. ഇപ്പം നിങ്ങൾക്ക് കാറ്റ് അടിക്കുന്നുണ്ടല്ലേ, അതെന്താണ്? കറണ്ടിൻ്റെ ഇഫക്റ്റാണ്. മനസ്സിലായില്ലേ? കറണ്ട് അടിച്ചാൽ നിങ്ങൾ ചത്തുപോകും, കാറ്റടിച്ചാൽ നിങ്ങൾ ചത്തുപോകത്തില്ല. സിമ്പിളല്ലേ? അതെന്നുവെച്ചാൽ കറണ്ട് കൃപയും അനുഗ്രഹം, അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ്, അതിൻ്റെ ഇഫക്റ്റും അതായത് നമ്മൾക്ക് ലഭിക്കുന്ന കൃപ ലഭിച്ചാൽ അഭിഷേകമാണ് ഉണ്ടാകുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതികമായ ആനുകൂല്യങ്ങളാണ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. ഈ പലപ്പോഴും നെഗറ്റീവ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് കിട്ടാത്തപ്പോൾ ദൈവം ഒന്നും തരാതിരിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായ? ഇപ്പം നിങ്ങളുടെ ഒരു കല്യാണം മനസ്സമ്മതം കഴിഞ്ഞതാണ്. പക്ഷേ മനസ്സമ്മതം കഴിഞ്ഞാൽ അറിയണത് നമുക്ക് പറ്റിയ കക്ഷിയല്ലെന്ന് പറയുമ്പോൾ ആ കല്യാണം വിട്ടു പോകുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. ചില പെൺപിള്ളേർ കണ്ടില്ലേ, അവിടെ കട്ടിലെ പോയി പോലെ ഈ തേരട്ട പോലെ കിടക്കും, വിളിച്ചാൽ നിൽക്കത്തില്ല. അതുപോലെ തന്നെ അവളൊരു അഭ്യാസം കാണിക്കും അവിടെ. കാര്യം അവൾക്കറിയാം, അവൾക്ക് ചമ്മലാണ് ഭയങ്കര. അവൾക്ക് എന്തോ സൗന്ദര്യം കുറഞ്ഞിട്ട് കല്യാണം പോയെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണത്. അത് വീട്ടുകാർ ആഘോഷിക്കാതിരിക്കാൻ വേണ്ടി അവൾ തേരട്ട പോലെ ചുരണ്ട് കിടക്കുകയാണ്. എന്നിട്ട് ഇനി അവളെ പൊക്കിയെടുക്കുമ്പോൾ നമ്മൾ കാരണമാണ് കല്യാണം പോയെന്നുള്ളത്. ആ സംഭവം നമ്മുടെ ഗോളിലിട്ട് ആ പോസ്റ്റ് അടിക്കാൻ വേണ്ടിയാണ് അവളെ കിടപ്പ് കിടക്കുന്നത്. ഒരു തന്ത്രമാണ്. ഇങ്ങനെയൊക്കെ ഒന്നിറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. നിങ്ങൾ സ്പിരിച്വാലിറ്റി ഓപ്പൺ ടു ദി സ്പിരിറ്റാണ്. നിങ്ങൾ തുറന്ന കാര്യത്തിൽ ഇതിനകത്ത് ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ ഒരു മനസ്സ് തുറന്ന രീതി ദൈവത്തെ സമീപിക്കണം. ദൈവമേ, ദിസ് ഈസ് ദ ഫാക്ട്, ഐ അക്സെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ നാമത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങ് വിളമ്പി തരുന്നത് എന്തായാലും കയ്പായാലും മധുരമായാലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് വിളമ്പി തരുന്നത് അങ്ങ് ആയതുകൊണ്ടാണ്.
അപ്പൊ എൻ്റെ വിഷയത്തേക്കാൾ വലുതാണ്, എന്റെ വിഷയത്തേക്കാൾ വലുതാണ് എനിക്ക് നിന്റെ സാന്നിധ്യം. എനിക്ക് നിന്റെ സാന്നിധ്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ആരാധന, മഹത്വം, എന്റെ ആത്മത്തിനില്ലായ്മയും എന്റെ അകതാരിൻ വല്ലായ്മയും എന്റെ ആത്മത്തിനില്ലായ്മയും എന്റെ അകതാരിൻ വല്ലായ്മയും സർവം യേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. സർവം യേശുവേ മറന്നെന്നിൽ വാഴാൻ നിന്നാഗമം എന്തു ഭാഗ്യമേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിൽക്കുക. ആരോഗ്യസൗഖ്യ പ്രാർത്ഥന. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മളെ ഫുൾ ആൻഡ് ഫുൾ യേശുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ജീവിത സാഹചര്യങ്ങളെ കർത്താവ് ഏറ്റെടുക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മുടെ അധ്വാനിച്ച പണം മറ്റ് അന്യാധീനപ്പെട്ടു പോയി മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടു പോയി പ്രാർത്ഥിക്കാൻ പോകുന്നു. വസ്തു ഭാഗോടുകൂടി നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വിവാഹം ഒക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വിവാഹം തകർച്ചയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. സാമ്പത്തികമായ തകർച്ചയിൽ വരുമാന മാർഗമില്ല, ജോലിയില്ല, വ്യവസായങ്ങൾ തകരുന്നു, കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ തകരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ നീ അനുഭവിക്കുന്ന കണ്ണീരിന് വേണ്ടി കർത്താവിൻ്റെ നാമം തുടച്ചു മാറ്റപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എൻ്റെ മക്കൾ ശക്തമായി മാതാവിൻ്റെ മധ്യസ്ഥങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് യേശുനാമത്തെ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഓരോ മകനെയും നീ ആശീർവദിക്കണമേ, ഓരോ മകളെയും നീ ആശീർവദിക്കണമേ. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവരെ, കർത്താവ് പലതരത്തിൽ വേദന അനുഭവിക്കുന്ന പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ലഭിക്കാത്തവരെ, തടസ്സമായിരിക്കുന്നവരെ, രേഖകൾ ലഭിക്കാത്തവരെ, തടസ്സമായിരിക്കുന്നവർ, കർത്താവ് ജയിലിലായിരിക്കുന്നവരെ, പോലീസ് കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, ബാങ്കിൽ കടമ അനുഭവിക്കുന്നവർ, അകപ്പെട്ടിരിക്കുന്നവർ, ജപ്തി നടപടി നേരിടുന്നവരെ, എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി നിലയ്ക്ക് ആവശ്യമായ പരീക്ഷ എഴുതാൻ പോകുന്നവർ, എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റീവാലുവേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നവർ, കർത്താവെ എല്ലാ തരത്തിലും മനസ്സിടിഞ്ഞു പോയവർ, മാനസിക രോഗമുള്ളവർ, ഡിപ്രഷനുള്ളവർ, കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവർ, ഒരു വഴി കാണാതെ വഴിമുട്ട് നിൽക്കുന്ന ആൾക്കാർ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് എന്തിനെല്ലാം വേണ്ടിയാണോ ജനങ്ങൾ ഇവിടെ കണ്ണീരോടെ ഇപ്പോഴും ഓൺലൈനിലും പ്രാർത്ഥിക്കുന്നത്, അത് എപ്പോഴെല്ലാം പ്രാർത്ഥിച്ചാലും ആ നിമിഷങ്ങളിലെല്ലാം കർത്താവിൻ്റെ കണ്ണ് നിന്നെ ആവശ്യിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിൻ്റെ എല്ലാ തടസ്സദോഷങ്ങളും വിടുതലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. ശാന്തിഗോ നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. നീ വന്നു ശാന്തിഗോ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടുള്ള സ്വകാര്യ വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആ വിഷയം സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.